പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. നിയമത്തിനെതിരെ ഉള്ള ഹർജികൾ സുപ്രീം കോടതി 16-ന് പരിഗണിക്കും. ഭാസ്കര കാർണവർ കൊലക്കേസ് കുറ്റവാളി ഷെറിന് പരോൾ അനുവദിച്ചത് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പൊളിഞ്ഞതോടെ സ്വാഭാവിക പരോളെന്ന് ജയിൽ വകുപ്പ്. കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരുടെ അതിക്രമം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഖിൽ മോഹനന് പരിക്ക്. ആക്രമിച്ചത് അമ്പലമേട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതികൾ. ഗവർണർമാരുടെ അധികാരപരിധിക്ക് കടിഞ്ഞാണിട്ട് സുപ്രീം കോടതി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി റദ്ദാക്കി. ഫെഡറൽ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിധിയെന്ന് പിണറായി വിജയൻ. കരിവന്നൂർ തട്ടിപ്പിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. തന്റെ സ്വത്ത് വിവരങ്ങൾ നേരത്തെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്ന് രാധാകൃഷ്ണൻ. കേസിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും രാധാകൃഷ്ണൻ. ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ നീണ്ടു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ മരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന മുഹമ്മദ് കോയയെ ശങ്കരനാരായണൻ വെടിവെച്ചു കൊന്നത് 2002-ൽ. ചൈനയിൽ ഹോളിവുഡ് സിനിമകൾ നിരോധിക്കുന്നത് പരിഗണനയിൽ. ട്രംപിന്റെ പകരച്ചുങ്കപ്പോരിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ചൈന. പകരച്ചുങ്കം പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ ചൈനയ്ക്ക് 104% നികുതി ചുമത്തുമെന്ന് അമേരിക്ക. വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് CNN News 18 റൈസിംഗ് ഭാരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യപ്രഭാഷണം ഉടൻ. IPL ലക്നൗ സൂപ്പർ ജയൻസിനോട് പൊരുതിത്തോറ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. തോൽവി 4 റൺസിന്. രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു.